ഹരേ കൃഷ്ണ. ശ്രീമന്നാരായണീയം ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. ശ്ലോകം 3. സത്വം യത്തത് പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ്രൂയതേ വ്യാസവാക്യം. തസ്വച്ഛത്വാദ് യതച്ഛാദിത പരമസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്വാരമന്ദേ ശ്രുതിമധിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. സത്വം യത് പ്ലസ് തത്, പരാഭ്യാം പ്ലസ് അപരികലനതഃ, നിർമ്മലം തേന താവത്, ഭൂതൈഃ പ്ലസ് ഭൂതേന്ദ്രിയൈഃ പ്ലസ് തേ, വപുഃ പ്ലസ് ഇതി, ബഹുശഃ ശ്രൂയത്തെ. വ്യാസവാക്യം. തസ്വച്ഛത്വാദ് പ്ലസ് യത് പ്ലസ് ആച്ഛാദിത പരമസുഖ ചിത് ഗർഭ നിർഭാസരൂപം. അത്രയും ഒരു സമസ്ത പദമാണ്. തസ്മിൻ ധന്യാഹ രമന്തേ ശ്രുതി മതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഫുൾ സ്റ്റോപ്പ്. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. ഭൂതേന്ദ്രിയൈഃ ഭൂത ഇന്ദ്രിയൈഃ. വ്യാസവാക്യം വ്യാസവാക്യം. തസ്വച്ഛത്വാദ് തത് സ്വച്ഛത്വാദ് ആച്ഛാദിത പരമസുഖ ചിത് ഗർഭനിർഭാസരൂപം. ആച്ഛാദിത പരസുഖ ചിത് ഗർഭ നിർഭാസ രൂപം. ശ്രുതിമതി മധുരേ ശ്രുതി മതി മധുരേ. പദച്ഛേദം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഓരോ വാക്കുകളെയും പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയുന്നില്ല, ഒരു സാമാന്യ അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. രജോ ഗുണവും തമോ ഗുണവും കലരാത്ത സത്വഗുണം കൊണ്ടുണ്ടായ ഭൂതങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടിയതാണ് അവിടുത്തെ ശരീരമെന്ന് സാക്ഷാൽ ഭഗവാൻ വ്യാസൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭൂതം എന്നുദ്ദേശിച്ചത് പഞ്ചഭൂതങ്ങളെയാണ്. പൃഥ്വി, ആകാശം, ജലം, വായു, അഗ്നി. കൂടാതെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, വായ, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ നിർമ്മല ശരീരത്തിനുള്ളിൽ ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം തെളിഞ്ഞു വിളങ്ങുന്നു. കേൾവിയിലൂടെയും സ്മരണയിലൂടെയും രസിച്ച് നന്നായി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആ രൂപത്തിൽ പുണ്യാത്മാക്കൾ രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഭട്ടത്തിരിപ്പാട് ഇതിൽ അർത്ഥമാക്കുന്നത്.